ഹലോ വിവേഴ്സ്, ഇന്ന് 12th മാർച്ച്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റോക്ക് പെർഫോമൻസ് HLൻ്റെ ആണ്. നമുക്ക് HL നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11:30 ശേഷമാണ് ഒരു ബൈ വന്നിരിക്കുന്നത്. ഈ ഒരു ബൈ ആണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ 2:30 മണി കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ആ വന്നിരിക്കുന്ന ട്രേഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് മേളിൽ മെൻഷൻ ആണ്. നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്, ഈ സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ജസ്റ്റ് കൺഫേം ആയി നോക്കിയ ശേഷം നമ്മുടെ മാനുവലി നമ്മുടെ ബ്രോക്കർ ഏതാണ് അതിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ മതി. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ അലേർട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അതേ ഡീറ്റെയിൽസ് മികൾത്ത ഡാഷ്ബോർഡിൽ മെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രേഡ് വന്ന ഡീറ്റെയിൽസ് ആണ് ബൈ വന്നിരിക്കുന്നത്. അതിൻ്റെ ടൈമും ഡേറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തേ സോഫ്റ്റ്വെയറിൽ നമുക്ക് മെയിനായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പം ഞാൻ 10 പോയിന്റ് സ്റ്റോക്കുകൾ ഓരോ ടൈമിൽ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ സിഗ്നൽ വന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. ഞാൻ കാണിച്ചു കൊടുത്താൽ അലർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. കൺഫേം ആണെന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ബൈ എൻട്രി ആണ് വരുന്നതെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം താഴത്തെ ബാറിലെ കൺഫർമേഷൻ ബാറാണ് ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഉണ്ടാവും സോൺ, അത് ബൈ സോണിലോട്ട് വരണം. 2 കൺഫർമേഷൻ ഓക്കെ ആണോ ട്രേഡ് എടുക്കാം. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇല്ല. 3 ടാർഗറ്റും ആൻഡ് സ്റ്റോപ്പ് ലോസും അവിടെ ഡിസ്പ്ലേ ആണ്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കൂടുതൽ അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.